5 പതിറ്റാണ്ടിലേറെ നീണ്ട പാർലമെന്ററി രാഷ്ട്രീയത്തിന് വിരാമമിട്ട് കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് തന്റെ തട്ടകമായ തൊടുപുഴയിൽ മകൻ അപ്പു ജോൺ ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു തലമുറ മാറ്റത്തിന് പി.ജെ. ജോസഫ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഒരു തലമുറ മാറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? നിലവിൽ അപ്പു ജോൺ ജോസഫ് തൊടുപുഴയിൽ പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 24-ാം വയസ്സിൽ MLA ആയ പി.ജെ. ജോസഫ് തന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് ഒരു വിടവാങ്ങൽ പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. എന്തായാലും വർഷങ്ങൾ നീണ്ട അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തോടാണ് എന്തായാലും പി.ജെ. ജോസഫ് വിട പറഞ്ഞിട്ടുള്ളത്. അപ്പു ജോൺ ജോസഫിനെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏറെ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അതുപോലെ തന്നെ അനിശ്ചിതത്വങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് നിലവിൽ പി.ജെ. ജോസഫ് മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് 1970-ലാണ് പി.ജെ. ജോസഫ് നിയമസഭയിൽ എത്തുന്നത്. അതിനുശേഷം നിരവധി തവണ അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് LDF-നും UDF-നും ഒപ്പം അദ്ദേഹം നിൽക്കുന്ന സാഹചര്യ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളെല്ലാം തന്നെ അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു. അതിനുശേഷം 2010-ലാണ് കേരള കോൺഗ്രസ് ലയനം നടക്കുന്നത്. ആദ്യത്തെ KM മാണിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം ഈ ജോസഫ് ഭാഗം പിളർന്ന് LDF-ലേക്ക് പോയിരുന്നു. ഇതിനുശേഷം 2010-ൽ വീണ്ടും മാണിയുമായി കൈകോർത്ത് ലയനം നടക്കുന്നു. അതിനുശേഷം അദ്ദേഹം UDF-നൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാനായത്. അതോടൊപ്പം തന്നെ ഈ തൊടുപുഴയുടെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ നാളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താനായി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് എന്തായാലും പി.ജെ. ജോസഫ് തൊടുപുഴയിൽ നിന്ന് ആ ഒരു MLA സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാണ് നിലവിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു മത്സര രംഗത്ത് സജീവമായി നിൽക്കാനുള്ള ഒരു ആരോഗ്യം തനിക്കില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് മാറാനുള്ളത്. അതേസമയം ഈ ജോസഫിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അതായത് അപ്പു ജോൺ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ജോസഫ് മാറി നിൽക്കണമെന്നൊരു ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ തുടർന്നാണ് പി.ജെ. ജോസഫ് തന്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു ആരോപണവും മറുവശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും നിലവിൽ അപ്പു ജോൺ ജോസഫ് ഈ UDF സ്ഥാനാർത്ഥിയായി അവിടെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പി.ജെ. ജോസഫിന്റെ മണ്ഡലത്തിൽ ലഭിച്ചൊരു സ്വീകാര്യത അത് മകൻ അപ്പു ജോൺ ജോസഫിന് ലഭിക്കുമോ എന്നൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ അതിനൊരു ഉത്തരം ലഭിക്കുമെന്ന കാര്യവും ഉറപ്പാവും.